ജോളിയാണ് സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ, ഷാഫിയെ കൂടെ കുരുക്കാനാണ് കേക്കച്ചൻ തുടങ്ങിയത്. അത് ലാസ്റ്റ് ഷാഫിയെ കുരുക്കാനായിട്ട് അവൻ ഒരുങ്ങി. പക്ഷെ ഷാഫിക്കൊന്നും പറ്റത്തില്ല. കാരണം അവന് ഒരു രോമത്തെ പോലും ഒന്നും തൊടാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ കൂടെ ആയിരങ്ങളുണ്ട്. അതേസമയം രാഹുലിനെ ചെയ്ത സമയത്ത് ഞാൻ പല പ്രാവശ്യം ഇതിനെപ്പറ്റി സംസാരിച്ച സാറേ, അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ചെയ്യാമെന്ന് ഓർത്ത്. രാഹുലിനെ ആ സമയത്ത് ആരും സഹായിക്കാനില്ലായിരുന്നു, ഷാഫി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ആ പാലക്കാട് കൺവീനറും പിന്നെ ആരാണ്ടൊക്കെ കൊണ്ട് ആ നിയമസഭയിൽ പോയി. അതിൽ പിന്നെ സാറ് രാഹുൽ നിയമസഭയിൽ പോയോ? ഇല്ല, ഇന്ന് പോയിട്ടില്ല. അപ്പൊ എന്താ പോകാത്തെന്ന് അറിയത്തില്ല. പോയാലൊന്നും ഇല്ല, ധൈര്യമായിട്ട് പോവല്ലേ വേണ്ടി. ഇവൻ പറയുന്ന പോലെ കേട്ടാ പിന്നെയും മടിച്ച് ഇരിക്കുന്നത്. പാലക്കാട് പോയി അതൊക്കെ നമുക്കറിയാം. നമുക്ക് വലിയ സന്തോഷമായി. രണ്ട് കാര്യം നമ്മൾ പ്രാർത്ഥിച്ചതിലും അവനെ ഏറ്റവും അതപ്പതിപ്പിച്ച് നിർത്താൻ തന്നെയാണ് നോക്കിയത്. അതാ അവനെ ഒരിക്കലും അവന്മാരെല്ലാം അവൻ പറിക്കാന്നെ കാലുവാരിയാ, അവനും കൂടെ കൂടിക്കൊണ്ടാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് ആ കാലുവാരിക്ക് ഒരിക്കലും കിട്ടരുത്. അതുപോലെ വേറെ പിള്ളേർക്കും കിട്ടരുത്, ഇവന് തന്നെ കിട്ടണം. ഇവന് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. കൊടുത്തെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇലക്ഷൻ വരെയെങ്കിലും അവന് കിട്ടിയിരിക്കണം. അവൻ വേറെ ആർക്കും കൊടുക്കരുത്. ഇവന്മാർ ഇതൊക്കെ തുറന്നു നോക്കുമെന്ന് എങ്ങനെ അറിയുന്നേ? ഈ ചാനൽ തുറന്നു നോക്കുമെന്ന് എങ്ങനെ അറിയുന്നേ? അതുകൊണ്ട് ഇത് തുറന്നു നോക്കുവാന്ന് ഇവന്മാരൊരിക്കലും ആ സ്ഥാനം വേറെ ആർക്കും കൊടുക്കരുത്, ഇവന് തന്നെ കിട്ടണം. അതാണ് ഇവൻ അർഹതപ്പെട്ടതാ. ഇവനെ പിടിച്ച് മേടിച്ച് ഇത് ചെയ്യിപ്പിച്ചതാണ്. ആക്ച്വലി അതും ചെയ്യരുതായിരുന്നു, വെയിറ്റ് ചെയ്യേണ്ടിയായിരുന്നു. പക്ഷെ ഈ കേക്കച്ചനുണ്ടല്ലോ, ഇവന്റെ തന്തേലാഴി നമ്മളെന്തോ പറയാനാ, ചിലപ്പം ചീത്ത വിളിക്കാനായിട്ട് തോന്നുന്നു ഇവന്. അവൻ ഇതുവരെ അതും കൊണ്ട് നിലപാടും കൊണ്ടിരിക്കുകയല്ല. ഇപ്പോഴും ഇച്ചിരി അയഞ്ഞിട്ടുണ്ട്. എന്നാലും അവന് തന്നെ അപ്പോസിഷൻ കൊടുക്കണം, അവനെ മെമ്പർഷിപ്പിലും എടുക്കണം, അവനെ പ്രചാരണത്തിനും. അല്ലെങ്കിൽ കോൺഗ്രസ് വരത്തില്ല സാറേ. ആയിരക്കണക്കിന് കോൺഗ്രസ്സുകാരാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആയിരക്കണക്കിന് കോൺഗ്രസ്സുകാർ പറയും ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യത്തില്ല, രാഹുലിനെ എടുത്തില്ല. അവനെ പിണറായിയോട് എഗ്രിമെന്റ് ചെയ്തിരിക്കുന്ന കോൺഗ്രസ് തോറ്റ് കാണിക്കാവുന്നല്ലേ. അവൻ പിണറായിക്ക് എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്, അവന്റെ ഗേൾ ഫ്രണ്ടിനോടും പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്തു തരാവുന്ന. അതുകൊണ്ട് പിണറായിയുടെ എഗ്രിമെന്റ് പ്രകാരം അവൻ ചിലപ്പം നീട്ടിക്കൊണ്ട് പോയിട്ട് കോൺഗ്രസ് ആര് വോട്ട് ചെയ്തില്ല, കോൺഗ്രസ് തോറ്റ് പോകത്തില്ലേ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഈ ചാനലിൽ തന്നെ പറയണം എല്ലാവരും വോട്ട് ചെയ്യണം. ഇവനും കാലുവാരിക്കും വേണുഗോപാലനും വോട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ അതിനകത്ത് 1-2 പെണ്ണുങ്ങളുണ്ടല്ലോ, അവളുമാർക്ക് വോട്ട്. എന്നാലും ഒരു 5-6 സീറ്റ് പോയാലും ബാക്കിയുള്ളവർക്ക് കിട്ടിയാലും കോൺഗ്രസ് ജയിക്കും തീർച്ചയായിട്ടും. പക്ഷെ എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടില്ല. കോൺഗ്രസ് ആയിരക്കണക്കിന് ആൾക്കാരാണ് സാറേ പറയുന്നത്. നമ്മുടെ ചാനലിൽ കൂടെ തന്നെ ആണല്ലോ. അന്നേരം ജേർണലിസ്റ്റിൽ കൂടെ ഒക്കെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ പറയുന്നത് ഞങ്ങൾ വോട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വോട്ട് പോകും. പക്ഷെ ഇവനതാ വേണ്ടിയത്. അവനിരിക്കട്ടെ. മിനിഞ്ഞാന്നത്തെ അവൻ്റെ ആ പ്രസംഗം കേട്ടായിരുന്ന 4ാം ക്ലാസ്സുകാരൻ്റെ പ്രസംഗമായിരുന്നു അവൻ കാണിച്ചു വെച്ചത്. അവിടെ എന്തോ ഒരു ഇതില്ലാത്ത, ഒരു ശക്തിയില്ലാത്ത അവന് പ്രസംഗിക്കാൻ അറിയാവോ? അതേസമയം ഈ പിള്ളേർ വല്ലതും ആയിരുന്നെങ്കിൽ സദസ്സ് ഇളക്കുന്ന പോലെ പ്രസംഗിക്കാനും ആൾക്കാരും വന്നേനുമായിരുന്നു. പർപ്പസ്ലി ആൾക്കാരും വരാത്തതാ. ഒരുപാട് പേര് ഇതിനകത്ത് സംസാരിക്കുന്നില്ല. കാരണം എല്ലാവർക്കും അങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള ഇതില്ല സാറേ. ഒരുപാട് 10-ൽ 100-ൽ 1-2 പേരെ റിയാക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ എല്ലാം മനസ്സിൽ സെയിം തന്നെ ഇത് ഈ കാര്യങ്ങൾ. പക്ഷേ അതുപോലെ തന്നെ ഇന്നലെ ഡോക്ടർ തോമസ് സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു. പക്ഷെ അത് സാറേ, ശശി തരൂറുണ്ടല്ലോ, കാലുവാരിയാ സാറേ. കാരണം ഏത് കാര്യങ്ങളും പാർലമെന്റിൽ അവർ പാസ്സാക്കിക്കൊണ്ട് വരും കോൺഗ്രസ്സുകാർ. അതിനെ എതിർത്ത് എന്നാൽ മോഡിനകത്ത് പോവുമോ അതുമില്ല, എന്നാൽ ഇതിനകത്ത് സ്വൈര്യമായി നിൽക്കുമോ അതുമില്ല. അങ്ങനെ അവൻ കാലുവാരിയാ. ചിലരൊക്കെ പറയുന്നു ഇവനെ എടുക്കണം, അല്ലെങ്കിൽ ഇവൻ നേരെ നിന്ന് അവനെ എടുത്താൽ തീർച്ചയായിട്ടും ജയിച്ചു പോയനും. പക്ഷേ അവനും കാലുവാരി. നേരത്തെ അവനെ എടുത്തു വന്ന മോഹൻ സിംഗിന്റെ സമയത്ത്, കോൺഗ്രസിന്റെ ഭരണ സമയത്ത് അവനെ എടുത്ത് സ്ഥാനമാനങ്ങൾ കൊടുത്തു. അവന്റെ ഭാര്യ സുനിത, അവൾ ചത്തുപോയതിന് ഇവരാ അതിന്റെ പുറകെ നിന്നെല്ലാം ചെയ്തത്, കോൺഗ്രസ്സുകാര്. അത് കഴിഞ്ഞിട്ട് ഇവന് സ്ഥാനമാനങ്ങൾ എവിടുന്നാ കിട്ടിയേ? ഇവരുടെ ഇതിൽ നിന്നുകൊണ്ടാ. വിശ്വപൗരന് അനുബന്ധ US എത്രയോ പേര് നമ്മുടെ ഇവിടെ ആൾക്കാർ വരുന്ന എല്ലാവരും വിശ്വപൗരനാന്ന് പറയും. ഇവരുടെ എല്ലാ സ്ഥാനമാനം കൊണ്ട് അവനാ പേര് കിട്ടിയത്. എന്നിട്ട് ആ പേരുമായിട്ട് നടന്നു അവനും ഈ അവിൻ വർക്കിയുടെ കൂട്ടൊരു അസുരനാ അവനും. കാലുവാരി ഈ ചെന്നിത്തലയുടെ കൂട്ടും ഇതിന്റെ കൂട്ടമൊക്കെ കാലുവാരി അവന്മാരല്ല. അല്ലെങ്കിൽ അവന് നിന്ന് ഇതിനകത്ത് നിന്നാ പോരായിരുന്നോ?
ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് ജയിച്ചിട്ട് എന്തോ അവിടെ ചെയ്തു? ഒന്നും ചെയ്തില്ല. അതെല്ലാം കോൺഗ്രസിന് നാശമല്ലേ? അപ്പോൾ അതൊക്കെ കോൺഗ്രസിന് ഇതായിട്ടുള്ളതല്ലേ? അതുകൊണ്ട് ഇപ്പം സാറേ ഇപ്പം ഞാൻ 2-3 പ്രാവശ്യം സംസാരിച്ചായിരുന്നു. ഞാൻ ആദ്യം സാറിനോട് പറഞ്ഞില്ലേ, ഇവൻ 4 കാര്യമായിട്ടിരുന്നേ. രാഹുലിനെ, മറ്റേ നേരത്തെ സുധാകരൻ, പിന്നെ അൻവർ, ഇത് കഴിഞ്ഞിട്ട് രാഹുൽ, അത് കഴിഞ്ഞിട്ട് ഷാഫിയെ നാണം കെട്ടി മാറ്റാമെന്നായിരുന്നു. ഇവന് ഇതെല്ലാം പ്ലാനുണ്ട്. കാരണം ആ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു കേട്ടായിരുന്നു, ഇവൻ ആ റീല്, അവൻ്റെ ആ ഇതും സൗണ്ടും എല്ലാം എടുത്ത് ഇവനെല്ലാം ചെയ്ത, അല്ലാതെ വേറൊരു മനുഷ്യരും അല്ല. പെൺപിള്ളേരെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത ഇവൻ്റെ പണിയെല്ലാം ചെയ്തത്. കാരണം അവനെ ഏറ്റവും നശിപ്പിക്കാവുന്നുള്ള കാര്യം കൊണ്ട്. പക്ഷേ അവനും നാറി നരച്ചു. അവൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ? അവൻ നാറി നരച്ചെങ്കിലും അവൻ ഇപ്പോഴും എല്ലാവരും കൂടെ എടുത്ത തീരുമാനം, എല്ലാവരും കൂടെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം ബാക്കിയുള്ളവർക്ക് എന്നാ പറയണ്ടേ? ആ വേണുഗോപാലൻ അവരുടെ കൂടെ ഉള്ളതല്ലേ, അവനെന്നാ പറയണ്ടേ? അറ്റ്ലീസ്റ്റ് പോട്ടെ, ഈ കാലുവാരിക്കൊന്നും കിട്ടിയില്ലേലും അവനെങ്കിലും മുമ്പോട്ട് നിന്ന് ഇവനെ എടുക്കാൻ നോക്കണ്ടേ? അവരെല്ലാം വന്നു പോയ സമയത്ത് നമുക്കാർക്കും അവിടെ ഇവിടെ നിന്നോണ്ട് തെക്കും വടക്കും നിന്നോണ്ട് അവരോട് സംസാരിക്കാൻ പറ്റുമോ? അതോ ഒന്നും തന്നെ എഴുത്തുപോലും എഴുതി വിട്ടാലും, ലെറ്റർ എഴുതി വിട്ടാലും അവർ അത് അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. കാരണം ആരെങ്കിലും വായിച്ചു ചവിട്ടുകൊട്ടയ്ക്കകത്തിടും. അങ്ങനത്തെ കാര്യങ്ങളാണ്. അത് അവരുടെ ഒന്നും അടുക്ക ചെല്ലത്തില്ല. ഇപ്പം തന്നെ വന്ന സമയത്ത് ഇത് പറഞ്ഞ് എന്നാൽ ഇവരെ എടുക്കണ്ടായോ? ആർക്കും എന്തോ അറിയാമോ? ഇപ്പോഴും എല്ലാവർക്കും ടെൻഷൻ തന്നെ സാറേ. എല്ലാം ഭയങ്കര ടെൻഷനായി ഇപ്പോഴും രാഹുലിൻ്റെ കാര്യത്തിന്. ഇതുവരെ ഒന്നും സെറ്റിലാകാത്തതുകൊണ്ട് ഫൈനൽ സാധിച്ചില്ലല്ലോ. ഇവനെ എടുത്തെങ്കിൽ മാത്രമേ എല്ലാവരുടെയും ടെൻഷൻ മാറത്തുള്ളൂ. ഇവനെ എടുക്കാത്തതുകൊണ്ട് ഇപ്പോഴും മനസ്സിന് ഭയങ്കര 10-30 ദിവസത്തോളമായി വളരെ വിഷമം അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ. കാരണം ദൈവമേ, ഇത്രയും നടന്നെങ്കിൽ ഒന്നും ആയിട്ടില്ല. കാരണം അവൻ അഥവാ എല്ലാവരും പറയും സ്വതന്ത്രനായിട്ട് നിന്നാലും അതൊക്കെ പിന്നെ നിന്നാൽ നല്ലതാ. സ്വന്തനായിട്ട് അതിനെ സ്നേഹിക്കാത്ത ഇന്ന് ആ സമ്മാനം കൊണ്ട് അവിടെ നിന്നിട്ടുണ്ട് കാര്യം. ഞാൻ കടനാട് ആരാണ്? ഞാന് എന്റെ പേര് മാറ്റി. സതീശിന്റെ ഈ പോക്ക് ഇങ്ങനെ പോയാല് ഒരു തരത്തിലും ജോലിപ്പെടാൻ രക്ഷപ്പെടില്ല. സതീശന് ഇപ്പൊ കോട്ടയത്ത് ഞാൻ 2ാമത് പുള്ളിയുടെ പരിപാടി 100 സീറ്റ് കിട്ടുന്ന പുള്ളി ഇപ്പോഴും അവിടെ പറയുന്നത്. അവിടെ കുറെ ഏറെമ്മളിങ്ങനെ കൈയടിക്കുന്നുണ്ട്. പക്ഷെ ഈ സതീശനെ ഇറക്കി UDF ഈ കേരളത്തില് പ്രചരണം നടത്തിയാലോ ഓണ സീറ്റുകൾ നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ നിലവിലുണ്ട്. അതിന്റെ എത്രയും വേഗം സതീശൻ ആ പ്രചരണത്തിൽ നിന്ന് മാറി നിന്നിട്ട് വേറെ ആരെങ്കിലും ഷാപ്പിയോ സാമങ്കൂട്ടോ സന്ദീപ് വാര്യർ ഇങ്ങനെയൊക്കെയുള്ള നല്ല പ്രഗത്ഭന്മാരുണ്ട്. അവരെ ഇറക്കിയാലും ഈ കേരളത്തില് UDF ഒരു ഭരണം പ്രതീക്ഷിക്കേണ്ടതേ ഉള്ളൂ. സതീശന് ഇറങ്ങിയാൽ ഉള്ള സീറ്റോടെ പോകും. സതീശൻ ചെന്നിത്തല പക്ഷെ അവൻ തുനിഞ്ഞങ്ങ് ഇറങ്ങി നിൽക്കുവാണല്ലോ കോൺഗ്രസിന്റെ അപ്പം കളിച്ച്. അവനറിയിക്കില്ല ഈ സോഷ്യൽ മീഡിയ എന്താണെന്ന് അവന് പിടി കിട്ടിയിരുന്നു. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയുടെ ചക്രി അവൻ മനസ്സിലാക്കിയിട്ടില്ല. ഈ അടുത്ത കാലത്ത് നമുക്കറിയാമല്ലോ, നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലൊക്കെ സോഷ്യൽ മീഡിയയുടെ ചക്രി കൊണ്ട് അവിടെ എല്ലാം തെറിപ്പിച്ചത്. അത് ഇവൻ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇപ്പൊ ഈ മീഡിയകളും പേപ്പറുകാരും മറ്റേ ന്യൂസ് പേപ്പറൊക്കെ ഒന്നുമില്ല. അതുകൊണ്ട് അവന് ഒരു ചക്രിയുണ്ട്. അവരെല്ലാം അവരുടെ കൂടെ ആണ്. ഒരു കാര്യമില്ല. അവനിത് മനസ്സിലാക്കാത്തതുകൊണ്ട് വന്നൊരു കുഴപ്പ. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തേക്ക് രാഹുലിനെ കയറ്റി വെച്ചിട്ട് അയാൾ തത്പക്ഷം പിൻവലിച്ച് എത്രയും വേഗം ഈ തെരഞ്ഞെടുപ്പ് വരുന്ന കാലത്ത് അത് ആ പ്രശ്നം തീർക്കാനുള്ളതിനാണ് ഒന്നിനാണ് വീർപ്പിച്ചോണ്ട് കിടക്കുക. അവിടെ ഒരു ഉണക്കച്ചുള്ളി വെക്കാനുള്ള പരിപാടി യൂത്ത് കോൺഗ്രസ് കൊണ്ട് കാലത്തേനെ ആണ്ട് ഒരു ഉണക്കച്ചുള്ളി അവിടെ വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അവനെ വെച്ചാലേ എത്ര ദിവസം കാണും? അതിന് 10 ദിവസം കഴിയുമ്പോൾ അത് ഓടിഞ്ഞുകൂടി ഞുറങ്ങിപ്പോവും. അത്രേ ഉള്ളൂ. ഇവന്റെയൊക്കെ പരിപാടി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഇവന് ഈ ലോകത്തിൽ ഈ കേരളത്തിലല്ല ജീവിക്കുന്നത്. അല്ലെ ഇവനോട് ഇത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ഇനി ഈ നിലയിൽ പോയാൽ ഈ UDF ഇവിടെ ഈ കുറി തീർക്കാനുള്ള പരിപാടി എൻ്റെ പരിപാടി. അത് കഴിഞ്ഞ് അവന് വനവാസത്തിനോ ഇതിലെങ്കിലും പോകാനുള്ള പരിപാടി.
ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് പിണറായിയുടെ കയ്യിൽ. ഇനിയിപ്പോൾ അവന് മുഖ്യമന്ത്രി ഒന്നാകേണ്ട കാര്യമില്ല. അത് കിട്ടുകയില്ല, ഇനി ഒരിക്കലും കിട്ടുകയില്ല. അത് അവനറിയാം. അതുകൊണ്ടാണ് അവൻ ഈ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും അവന് മുഖ്യമന്ത്രി ആകാൻ പറ്റില്ല. ആരും വേറെ ആരും UDP ആകണ്ട. ഈ UDP ഉള്ള മറ്റ് ഘടകകക്ഷികൾക്ക് മനസ്സിലാകുന്നില്ല. അത് അതിൻ്റെ കുഴപ്പമൊക്കെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാക്കിക്കോളും. അത് കഴിയുമ്പോൾ ഇവന് എവിടെയെങ്കിലും മൂലെ പോയി ഇരിക്കേണ്ടി വരും. അതുവരെ ഇവനിങ്ങനെ മണക്കൊണ്ടിരിക്കുക. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേട്ടം കിട്ടിയാൽ അവൻ്റെ നേട്ടമായിട്ട് അവനെ മനസ്സിലാക്കി ഇനിയും അവൻ വലിയ ആള് കളിക്കാൻ മതി. പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി തീരുമെന്ന് അതിൻ്റെ വിശ്വാസം. അതുകൊണ്ട് എത്രയും വേഗം ഇവൻ ഇതൊന്നും മാറിയില്ലെങ്കിൽ UDPന്റെ അന്ത്യം കൂട്ടിക്കൊണ്ടാണ് കേരളത്തിൽ. UDP അന്നും പറഞ്ഞ് ഒരു കാര്യം. ഗുഡ് ഈവനിങ് സർ. സാറേ, ഇപ്പൊ പാലക്കാട് ഒരു MLA വേണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ ചീഞ്ഞ നാറി പുഴുത്തളിഞ്ഞോ അവനെ എല്ലാവരും തല്ലിക്കൊല്ലണം. ആ ചെമ്മിത്തലയെന്ന് പറയണ ആ കോടന്തലയൻ, അവൻ പറയണ ഒരു ശ്രീകണ്ഠനില്ലേ, MP ഇല്ലേ, ശ്രീകണ്ഠനില്ലേ, പിന്നെ ആര് വേണം, പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേന്ന്. അപ്പൊ ആൾക്കാരിപ്പോ ചോദിച്ചത് എന്താണ്? ഞങ്ങൾക്ക് അവരല്ല വേണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് വേണ്ടത് MLA ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് സാറേ ഈ ആ ചീഞ്ഞൊളിഞ്ഞ കിളവൻ, ആ സതീശൻ, ആ മുക്കണ്ടൻ ഇങ്ങനെ കിടന്നിട്ട് വാശി പിടിക്കണത്? ഇവനെ ഇറക്കാനുള്ള വല്ല വഴിയുണ്ടോ സാറേ? അവനെ ഇറക്കാനുള്ള വഴിയല്ലേ വരുന്നത്. നമ്മള് ധൃതി വെക്കണ്ട, അവനെ വലിച്ചു കീറി ഒട്ടിക്കാനുള്ള ദിവസങ്ങളല്ലേ വരുന്നത്. കാത്തിരിക്കുക. കേരളം മുഴുവനുള്ള ജനങ്ങള് സാറേ. ഇനി രാഹുൽ മാങ്കൂട്ടൻ ഏത് ഡിവിഷനിലാണ്, എവിടെ ജില്ലയിലാണ് നിക്കണത് എങ്കിലും എന്റെ സാറേ, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഉള്ള ജനങ്ങൾ മുഴുവനും പ്രാർത്ഥിക്കണമുണ്ട്. ഈ രണ്ട് ചെമ്മിത്തല എന്ന് പറയുന്ന കോടന്തലേനെയും ആ കഷണ്ടി ആ ചീഞ്ഞ സതീശനെയും വലിച്ചു കീറി പട്ടിക്കിട്ട് കൊടുക്കണം. അത്രയും കലിയുണ്ട് എല്ലാവർക്കും സാറേ, എല്ലാവർക്കും അത്രയും കലിയുണ്ട്. യുവന്മാരുടെ അഹന്ത ഇത്തവണ ജനങ്ങൾ തീർത്തു കൊടുക്കും. ധൈര്യമായിട്ടിരിക്കേ. മനുഷ്യന് ഭ്രാന്ത് കയറണം സാറേ. ഞാനാണെങ്കിൽ ഒരു നേരം സത്യം പറഞ്ഞെന്നാ എന്റെ കണ്ണിൽ ഉറക്കം വന്ന സമയം വരെ ഞാൻ ഈ I2യിൽ തന്നെ കണ്ടോണ്ടിരിക്കണേ. എനിക്ക് വെറുതെ ഭ്രാന്ത് പിടിക്കണേണ് ഓർക്കുമ്പോഴത്തേക്കും. പിന്നെ ഓരോരുത്തർ പ്രതികരിക്കണത് കാണുമ്പോഴത്തേക്കും മനസ്സിനൊരു സമാധാനം. എല്ലാവരും പ്രതികരിക്കണുണ്ടല്ല. ഈ കാലനെ എപ്പോഴാണ് തല്ലിക്കൊല്ലണേന്നാണ് നോക്കിയിരിക്കണത്. ഇവനെ എപ്പ തല്ലിക്കൊല്ലണം? അപ്പൊ പടക്കം ഇല്ലാത്ത കാശും മുടക്കി തെണ്ടിയാണെങ്കിലും പടക്കം മേടിച്ച് പൊട്ടിക്കും. ഇവനെ രണ്ടെണ്ണത്തിനും തല്ലി കീറി വലിച്ച് കീറി പട്ടിക്കിട്ട് കൊടുക്കണം കണ്ടു കഴിഞ്ഞെന്ന്. അത്രയും കലിവന്നുണ്ട് സാറേ. സാറ് എന്തോരം കഷ്ടപ്പെടണം സാറ്, എന്തോരം കിടന്നുണ്ട് ഈ എല്ലാ ജനങ്ങളോടും സാറ് ഈ പറയണ്. ഇത് ഇവനൊക്കെ കേൾക്കണില്ലേ, കാണണില്ലേ? നാണമുണ്ട ഈ ചെറ്റകൾക്ക്? ഇവനെയൊക്കെ എന്തെന്നാണ് പറയേണ്ടത്? ഇവനെയൊക്കെ ദൈവമേ എന്റെ മുമ്പിൽ കിട്ടിയെങ്കിൽ ജയിലിൽ കിടന്നാലും സാരമില്ല, ഇരുമ്പോടിക്ക് അടിച്ച് തല തല്ലി പൊളിച്ച് കൊന്നു കളഞ്ഞാന്. ഇത്രയും കലിയുണ്ട്. ഇനി ഈ രാഹുലിനെ ഇതുപോലെ ക്രൂരത കാണിച്ചിട്ട് ഇവന്മാര് ഇറങ്ങിയാൽ ഈ കോൺഗ്രസിനെ ഇത്തവണ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? കോൺഗ്രസിന് ജനങ്ങൾ വോട്ട് ചെയ്യൂല, ആരും ചെയ്യൂല. കെട്ടിവെച്ച കാശ് പോലും ഒരാൾക്കും കിട്ടൂല. ഈ രണ്ട് കാലന്മാര് കാരണം കെട്ടിവെച്ച കാശ് പോലും ആർക്കും കിട്ടുകയില്ല. കോൺഗ്രസേ ജയിക്കുകയില്ല ആർക്കെങ്കിലും. ഈ CPM-ന് ചെയ്യൂല ആരും, പിന്നെ BJP-ക്കും ചെയ്യൂല. വേറെ ഏതെങ്കിലും പാർട്ടിക്ക്, ഈ തുക്കട പാർട്ടിക്ക് കൊണ്ട് ചെയ്താലും ഈ BJP-ക്കും ചെയ്യൂല, CPM-നും ചെയ്യൂല ആരും. കോൺഗ്രസിന് ഒട്ടും ചെയ്യൂല ആരും. ഉറപ്പായ കാര്യമാണത്. കോൺഗ്രസ് ജയിക്കൂല സാറ്. മാങ്കൂട്ടത്തിനെ എടുക്കാതെ കൊണ്ട് കോൺഗ്രസ് ഇനി നിലനിൽക്കൂല. കോൺഗ്രസ് പാർട്ടി ഉണ്ടാവൂല സാറേ. ജനങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ ഇത് ഇവനെ ഒതുക്കാനുള്ള പണികളായിരുന്നു, ഇവന്മാർ രണ്ടുകൂടെ ചെയ്ത പണികളാണെന്ന് കൃത്യം മനസ്സിലായില്ലേ? ഈ ചെമ്മിത്തല് ഈ ചീക്ക വീടിക്കുറ്റി സതീശനും കൂടി ചെയ്ത പണിയാണെന്ന് എല്ലാ ജനങ്ങൾക്കും, കുഞ്ഞു കൊച്ചുങ്ങൾക്ക് പോലും അറിയാം. I2 ന്യൂസ് കേൾക്കണ എല്ലാ മക്കൾക്കും അറിയാം. ഞാനാണെങ്കിൽ ഏത് നേരവും ഫോൺ എടുക്കാത്ത, ഞാൻ ഫോൺ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഫോൺ കയ്യിൽ നിന്ന് മാറ്റാതെ കണ്ട് ഞാനിത് കണ്ടണ്ട് തന്നെ ഇരിക്കണം. ഓരോരുത്തരും പറയണതും കേൾക്കണതും എല്ലാം. ഈ നാറി പറഞ്ഞപ്പോഴത്തേക്കും ചെമ്മിത്തല എന്ന് പറയുമ്പോൾ ഇനി ഫോൺ കൂടി തല്ലിപ്പിടിക്കാൻ തോന്നി. അത്രയും കല്ലി തോന്നി അവന്റെ തലക്കെട്ടടിക്കാൻ. വിവരദോഷത്തരമാണ് പറയണത്, എങ്കിലും ഞാൻ പറയണേ. എന്നൊക്കെ നേരിൽ കണ്ടെങ്കിൽ കൊന്നു ഞാൻ. ആരും കൊല്ലും, എല്ലാവരും ഓടിച്ചിട്ട് ഇരുമ്പോടിക്ക് അടിച്ചു കൊല്ലും. നേരിൽ കാണണം.
നിനക്ക് പുറത്തിറങ്ങി നടക്കരുത്, നടക്കാൻ പറ്റരുത്, നടന്നാ കൊല്ലണം. അതെങ്ങനെ കാറയിലല്ലേ നടക്കുള്ളൂ? ആൾക്കാരുടെ കണ്ണുമുമ്പിലൊന്നും ഉണ്ടാവില്ലല്ലോ. കണ്ണുമുമ്പിലുണ്ടെങ്കിൽ ആൾക്കാർ വെട്ടിക്കൊന്നു കളഞ്ഞാനെ. നമുക്ക് അക്രമമൊന്നും നമ്മുടെ മാർഗമല്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പില് ഇവന്മാരെ നാണം കെട്ട പരാജയം ഇവനൊന്നും പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലാക്കി കളയുക. ജയിക്കൂല സാറേ, ഒരിക്കലും. കോൺഗ്രസ് ഒന്നും പാർട്ടി ഉണ്ടാവില്ല. മാങ്കൂട്ട ഇല്ലേ, ഷാഫി ഇല്ലേ, പിന്നെ ചാണ്ടി ഉമ്മൻ ഇല്ലേ, കോൺഗ്രസ് എന്നുള്ള പാർട്ടി ഉണ്ടാവില്ല. പേരെന്തായിരുന്നു? എന്റെ പേര് തങ്കമ്മ. എവിടുന്ന് വിളിക്കുന്നേ? ഞാൻ പിന്നെ കരുവേലിപ്പടി പോളക്കണ്ടത്തുനിന്ന്. ഏത് ഡിസ്ട്രിക്റ്റ് അത്? എറണാകുളം ജില്ല. ഓക്കെ ഓക്കെ. എൻ്റെ പേര് ജോയി. ഞാൻ ഈ ധാരാളം ആളുകളുടെ പ്രതികരണങ്ങൾ എല്ലാം നിങ്ങളുടെ ചാനലിൽ കൂടെ കേട്ടിടത്തോളം എനിക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം, ഈ കോൺഗ്രസ്സിലെ ഈ ഹൈക്കമാൻഡിലായാലും കേരളത്തിലെ നേതൃത്വത്തിലായാലും ഉള്ള മുതുവാഴകൾ യവന്മാരെ കൊണ്ടൊന്നും യാതൊന്നും ഒരു പ്രയോജനമില്ല. യുവമാരെ കൊണ്ട് കേരളത്തിനോ ഈ പാർട്ടിക്കോ പണ്ട് മുതലേ ഉള്ള ഈ ഗ്രൂപ്പും തമ്മിലടിയും അധികാരമോഹികളും ആയിട്ടുള്ള ഇതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ സത്യത്തിൽ ജനത്തെ പ്രതിനിധീകരിക്കാനോ ജനങ്ങളുടെ ആവശ്യങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനോ ഒന്നുമുള്ള യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്തവന്മാരാണ് യുവമാർ. ഒരിക്കലും ഗുണപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിയെ സ്നേഹിക്കുന്ന, കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിലും ഇന്ത്യ ഒട്ടാകെ. പക്ഷേ ഈ അധികാരമോഹികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അയാളെ ഒതുക്കാൻ വേണ്ടി ഇവൻ കുറെ കാലമായിട്ട് ഒരു അവസരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ചതിയൻ സതീശൻ. അപ്പോൾ അവനൊരു വീണ് കിട്ടിയ ഒരു അവസരം അങ്ങ് മുതലാക്കി, അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് ഒരവസരവും മുതലാക്കി അവനെ എടുത്ത് കരുവേപ്പല പോലെ എടുത്ത് കളയാമെന്ന് ഉള്ള ഒരു ചിന്താഗതിയായിരുന്നു അവന്. ഇപ്പോൾ ഒന്നും വയ്യാത്ത സ്ഥിതിയിൽ ഇപ്പോൾ ആയിരിക്കുക. ഈ കേരളത്തിലുള്ള മുതുവാഴകൾ ഇവന്മാരും മാറി നിൽക്കാതെ ഈ പാർട്ടി രക്ഷപ്പെടത്തില്ല. ജനങ്ങൾക്ക് പാർട്ടിയിൽ വിശ്വാസമുണ്ട്. പറയുന്നത് പോലെ ഈ ഹൈക്കമാൻഡിലെ രാഹുൽ ഗാന്ധി കുടുംബത്തെ ഇവന്മാർ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഈ വാഴകൾ, ഈ മുതുകളവന്മാർ, ഈ വൃത്തികെട്ടവന്മാർ പറയുന്നതാണ് ആ കുടുംബം കേൾക്കുന്നത്. സത്യസന്ധമായിട്ട് ഈ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുകയും കേരളത്തിലൊരു നല്ല ഭരണം വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്കെല്ലാം നിരാശയായിട്ട് ആയിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. അവന് മനഃപൂർവ്വം യുവമാരെക്കാളും എല്ലാം നല്ല പെർഫോമൻസാണ് അവൻ കാഴ്ചവെക്കുന്നതെന്ന് മനസ്സിലാക്കി നല്ല ജനപിന്തുണയും ഒക്കെ ഇവന് കിട്ടുന്നു എന്നറിഞ്ഞിട്ട് കുറേ കാലം കൊണ്ട് നോട്ടം വെച്ചിരിക്കുകയായിരുന്നു അവന്മാർ. ഇപ്പം ഈ നല്ല ഒരു ഭരണം ആഗ്രഹിക്കുന്ന, സത്യസന്ധമായിട്ട് ഒരു ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയിലെയും അല്ല പൊതുജനങ്ങൾ. ഇപ്പം ഈ വിഷയം വന്നതിന് ശേഷം മറ്റു പാർട്ടികളിലുള്ള ആളുകൾക്കും ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനോടും കോൺഗ്രസിനോടും ഒരു ചായ്വ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത് വോട്ടായി മാറാനും സാധ്യതയുണ്ട്. പക്ഷേ അതെല്ലാം ഈ മുതുകളവന്മാർ, ഈ വാഴകൾ ഇവന്മാർ തല്ലിക്കെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺഗ്രസ് പാർട്ടിയിലും ഇനിയിപ്പോൾ ഈ അധികാരം മാറിയിട്ട് കോൺഗ്രസ് പാർട്ടി വന്നാൽ തന്നെ ഈ 6 ലക്ഷം കോടി പൊതുക്കടമാക്കി വെച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ ജനം മടുത്ത് നിലവിളിച്ച് നെഞ്ചത്തടിച്ച് ഈ പരമനാറി ഈ ഭരണം ഒന്ന് മാറി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സത്യത്തിൽ ഈസി ആയിട്ട് ഇവന്മാർ ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയെങ്കിലും പഴയ പൂർവ്വ സ്ഥാനങ്ങളൊക്കെ നൽകി 2 കൈ നീട്ടി സ്വീകരിച്ച് ചേർത്ത് പിടിച്ച് കൊണ്ടുപോയിരുന്നെങ്കിൽ യുവന്മാർക്ക് ഭരണം ഈസിയായിട്ട് പിടിക്കാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ഭരണം കിട്ടിയാലും കേരളത്തിലെ ഈ വിലക്കയറ്റമോ അല്ലെങ്കിൽ
മനുഷ്യൻ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്കോ ഒന്നും ഒരു 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 ശാശ്വത പരിഹാരമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.